ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാനസിയെ ആൻറ്റിയമ്മ ആശ്വസിപ്പിക്കുകയാണ്. ആൻറ്റിയമ്മ മാനസിയോട് പറയുന്നു, സ്വന്തം പുരുഷൻ വേറൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലികെട്ടി എന്നറിഞ്ഞാൽ ആ പെണ്ണിന് അത് ഒരു ഷോക്ക് തന്നെയാണ്. എന്തായാലും സാരല്ല, പോട്ടെ. നിനക്ക് വേണ്ടിയിട്ട് കൃഷിനെ കൺമണിയിൽ നിന്നും ഞാൻ കൊണ്ടുവന്ന് തരും. കൺമണിയുടെ കഴുത്തിൽ കെട്ടിയ താലി ഞാൻ നിനക്ക് പൊട്ടിച്ചു തരാം. പിന്നെ ഈ യുദ്ധത്തിന് വേണ്ട ആയുധങ്ങളൊക്കെ ഒരുക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതൊക്കെ ഞാൻ ചെയ്തോളാം. നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. അത് ഇതാണ്, നീ ക്ഷമ വിടാതെ നിൽക്കണം. എൻ്റെ പൊന്നു മോളെ, കൃഷി മാനസിക്കുള്ളതാ എന്ന് ആൻറ്റിയമ്മ മാനസിയോട് പറയുകയാണ്. ഇത് കേൾക്കുന്ന മാനസിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം അലികയിൽ നിന്നും ഇറങ്ങിയ കൺമണി നേരെ പോകുന്നത് വിഘ്നേശ്വരൻ്റെ അടുത്തേക്കാണ്. വിഘ്നേശ്വരനോട് പോയിട്ട് കൺമണി കൊണ്ട് പറയുകയാണ്, വിഘ്നേശ്വര, ഒന്നില്ലെങ്കിൽ നീ എന്നെ ജീവിതത്തിൽ വിജയിപ്പിക്കുക, ഇല്ലെങ്കിൽ തോൽപ്പിക്കുക. എന്തിനാ നീ എന്നെ ഈ നൂൽപ്പാലത്തിലൂടെ കൊണ്ടുപോകുന്നത്? ഓരോ സംഭവങ്ങൾ വരുമ്പോഴും അതൊക്കെ നിൻ്റെ പരീക്ഷണങ്ങളാണെന്ന് ഞാൻ വിചാരിക്കും. നീ എന്നെ പരീക്ഷിച്ചത് ഇനിയും മതിയായിട്ടില്ലേ? അലികയിൽ നിന്ന് എത്രാമത്തെ വട്ടമാണെന്നറിയോ ഞാൻ ജോലി വേണ്ടെന്ന് വെക്കുന്നത്? എന്നിട്ടും അതിന് സാധിക്കുന്നില്ല. താലി പൊട്ടിക്കാനും ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചതാണ്, പക്ഷേ ആലോചിക്കാനല്ലാതെ അതുമാത്രം നടക്കുന്നില്ല. സാറ് രാജിക്കത്ത് വാങ്ങി കീറിക്കളഞ്ഞു. എന്നാൽ താലി പൊട്ടിക്കാൻ നോക്കിയിട്ട് അതിനും സാധിച്ചില്ല. ഇനിയെങ്കിലും രണ്ടിലൊന്ന് നടത്തി തരണേ വിഘ്നേശ്വര. മനസ്സിലുള്ള സ്നേഹം തുറന്നു പറയാത്ത ഒരാളെ ഞാൻ എങ്ങനെ വിശ്വസിക്കണം? എനിക്കിനി വയ്യ, എനിക്കെല്ലാം മടുത്തു. ക്രിഷ് സാറ് കെട്ടിയ ഈ താലി ഞാൻ തന്നെ പൊട്ടിച്ചു കളയാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി ആ താലി എടുത്ത് പൊട്ടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അത് പൊട്ടുന്നില്ല. അപ്പോഴേക്കാണ് അവിടേക്ക് കൃഷി വരുന്നത്. കൃഷി വന്നിട്ട് ആ താലിയിൽ പെട്ടെന്ന് പിടിക്കുന്നു. എന്നിട്ട് കൺമണിയോട് കൃഷി പറയുകയാണ് അരുത് എന്ന്. അപ്പോൾ കൺമണി പറയുകയാണ്, ഇല്ല, ഇനിയൊരു ഭാരമായിട്ട് എനിക്കിത് കഴുത്തിലണിഞ്ഞ് നടക്കാൻ വയ്യ, ഞാനിത് പൊട്ടിക്കാൻ പോവുക എന്ന് പറയുമ്പോൾ കൃഷി പറയുകയാണ്, ഇത് പൊട്ടിച്ചു കളയാൻ ഞാൻ അനുവദിക്കില്ല കൺമണി എന്ന് പറയുമ്പോൾ കൺമണി പറയണ, അനുവദിക്കില്ലേ? എൻ്റെ കഴുത്തിലെ താലി പൊട്ടിച്ചു കളയാൻ എനിക്ക് നിങ്ങളുടെ അനുവാദമൊന്നും വേണ്ട. നട്ടെല്ലുള്ള ആളാണ് ഈ കൺമണി. പറഞ്ഞിട്ടില്ലേ, ഈ കാറും കമ്പനിയൊന്നും കണ്ടിട്ടല്ല ഞാൻ സാറിനെ ഇഷ്ടപ്പെട്ടത്. എന്നെ മനസ്സിലാക്കുന്നും എൻ്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം ഉണ്ടാവുമെന്നും കരുതിയിട്ടാണ് ഞാൻ സാറിൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. പക്ഷേ അതൊരു പ്രതീക്ഷയായിരുന്നില്ല, എൻ്റെ തെറ്റിദ്ധാരണയാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് കൺമണി ദേഷ്യത്തോടെ കൃഷിനോട് പറയുമ്പോൾ കൃഷി പറയുകയാണ്, കൺമണി, നിനക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞോ? ഇനി എനിക്ക് പറയാനുള്ളത് കൂടി നീ കേൾക്കണം. നീ മാത്രമല്ല, വിഘ്നേശ്വരനും കേൾക്കണം. കൺമണി പറയുന്നത് ഞാൻ കേട്ടു. ഈ താലി ഒരുപാട് പ്രാവശ്യം പൊട്ടിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും പൊട്ടിക്കാൻ സാധിച്ചിട്ടില്ലെന്ന്. അതങ്ങനെയാണ് കൺമണി, ഇതൊരിക്കലും പൊട്ടിക്കാൻ പറ്റില്ല. ഈ താലി അണിഞ്ഞ കൺമണിക്കോ ഈ താലി അണിയിച്ച എനിക്കോ ഇത് ഒരിക്കലും പൊട്ടിക്കാൻ സാധിക്കില്ല. കാരണം മരണം വരെ ഈ താലി കൺമണിയുടെ കഴുത്തിൽ വേണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് കൺമണിയെ ഇന്ന് ഭഗവാൻ ഇങ്ങോട്ട് വരാൻ തോന്നിപ്പിച്ചതും. പിന്നെ കമ്പനിയും കാറും ഒന്നും കണ്ടിട്ടല്ല കൺമണി എന്നെ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു. കൺമണിയുടെ കണ്ണും കവളൊന്നും കണ്ടിട്ടല്ല ഞാൻ കൺമണിയെ ഇഷ്ടപ്പെട്ടത്. നമ്മുടെ മനസ്സുകൾ തമ്മിലാണ് കണ്ടതും ഇഷ്ടപ്പെട്ടതും എല്ലാം. കൺമണി ഇനി ഒന്നും പറയണ്ട, കൺമണിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ തരാമെന്ന് കൃഷി പറയുകയാണ്. കൺമണിയുടെ കഴുത്തിൽ ഈ താലി ഞാൻ ഒരുപാട് വട്ടം കണ്ടിരുന്നു. അപ്പോഴൊന്നും എനിക്കിത് പൊട്ടിച്ചു കളയാതിരിക്കാൻ തോന്നിയത് കൺമണിയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. കൺമണി എൻ്റെ പെണ്ണാണ് എന്ന ബോധ്യമുള്ളതുകൊണ്ടാണ്. പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നിശബ്ദനായത് എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല, അത് കൺമണിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അലിക ഡിസൈനിലെ MD അവിടുത്തെ സ്റ്റാഫിനെ വിവാഹം ചെയ്യുന്നു എന്ന് മീഡിയക്കാർ അറിഞ്ഞാൽ അത് എങ്ങനെ നിന്നെ ബാധിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനിത് പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. അസൂയക്കാരുണ്ടായിരിക്കും, പലരും ശത്രുക്കളായിട്ട് വരും. ചിലപ്പോൾ എൻ്റെ അച്ഛനമ്മ പോലും നിന്നെ വെറുക്കുകയും തള്ളിപ്പറയുകയും ചെയ്യും. സാഹചര്യം അനുകൂലമാകുന്നത് വരെ കാത്തിരിക്കുകയായിരുന്നു കൺമണി ഞാൻ. പക്ഷേ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിയാം എന്നുള്ള എനിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലാക്കാൻ പറ്റിയില്ല, സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ മനസ്സ്. ഇങ്ങനെയൊക്കെ ഏതു പെണ്ണിന് സംഭവിച്ചാലും ചിലപ്പോൾ ഏതു പെണ്ണും ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കാം. ഇപ്പം എൻ്റെ മനസ്സിൽ വേറൊന്നുമില്ല, നീ മാത്രമേ ഉള്ളൂ. ഞാൻ താലികെട്ടിയ എൻ്റെ പെണ്ണ് മാത്രം. ഇനി ഞാൻ പതറി നിൽക്കുകയോ ആരെയും പേടിച്ചു നിൽക്കുകയോ ചെയ്യില്ല. എൻ്റെ ഇഷ്ടം ഞാൻ ഉച്ചത്തിൽ തന്നെ പറയും. ആ ശബ്ദം ലോകം മുഴുവൻ കേൾക്കുകയും ചെയ്യും കൺമണി. ഭഗവാനെ സാക്ഷിയാക്കി നിന്റെ താലി തൊട്ട് ഞാൻ പറയുക, നീ എൻ്റെ പെണ്ണാണ്. നീ മാത്രമേ ഇനി എനിക്കുള്ളൂ. ഞാൻ നിന്റെ സ്നേഹം അറിയാതെ പോയതിനും നിന്നെ ഒരുപാട് വേദനിപ്പിച്ചതിനും ഞാൻ മാപ്പ് ചോദിക്കുകയാണെന്ന് പറഞ്ഞിട്ട്
ക്രിഷ് മുട്ടുകുത്തി ഇരുന്നിട്ട് കൺമണിയോട് നിന്നെ വേദനിപ്പിച്ചതിന് ഞാൻ മാപ്പ് ചോദിക്കണമെന്ന് പറയുകയാണ്. ഇതെല്ലാം കണ്ട് കൺമണിക്ക് ആകെ സങ്കടമാവുകയാണ്. കൺമണിയും മുട്ടുകുത്തി ഇരുന്നിട്ട് കൃഷിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ്. അതിനുശേഷം കൃഷി കൺമണിയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. പിന്നീട് അവർ കണ്ടുമുട്ടിയതും അവരിഷ്ടമായതും കമ്പനിയിൽ കൺമണി ജോലി ചെയ്യാൻ വന്നതും എല്ലാ കാര്യങ്ങളും മുന്നേ നടന്ന എല്ലാ സംഭവങ്ങളും ഓർത്തെടുക്കുകയാണ്. പിന്നീട് കൺമണിയും കൃഷിയും കൂടിയിട്ട് വിഘ്നേശ്വരൻ്റെ അടുത്ത് തൊഴുതിറങ്ങി വരികയാണ്. അപ്പോൾ കൺമണി കൃഷിനോട് പറയുകയാണ്, ഒരു കാര്യം മാത്രം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഒരു നിമിഷം സന്തോഷം കൊണ്ട് ഞാൻ ആകാശം മുട്ടി നിൽക്കും, അടുത്ത നിമിഷം അതെല്ലാം തകർന്ന് തരിപ്പണമാവും എന്ന് കൺമണി പറയുകയാണ്. അപ്പോൾ കൃഷി പറയണേ, വിഷമിക്കേണ്ട കൺമണി, എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാം. ഇന്ന് തന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് അച്ഛനും അമ്മേനോടും കാര്യങ്ങളെല്ലാം തുറന്നു പറയും. എനിക്ക് കൺമണിയെ വിവാഹം ചെയ്യാനാണ് താല്പര്യമെന്ന് ഞാൻ വീട്ടുകാരോട് പറയും. വീട്ടുകാർ മനസ്സിലാക്കും. എന്നിട്ട് ഞാൻ നല്ലൊരു ദിവസം നോക്കിയിട്ട് കൺമണിയെ പെണ്ണ് കാണാനായിട്ട് അങ്ങോട്ട് വരും. കൺമണി എന്തായാലും ഒരു കാര്യം ചെയ്യേ, കൺമണിയും ഈ കല്യാണക്കാരിയും വീട്ടിലൊന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ കൺമണി കൃഷ്ണനോട് പറയണം, അത് വേണ്ട സാർ, സാർ ആദ്യം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനോട് എന്നെ പെണ്ണാലോചിച്ചിട്ട് വരണം, അത് എൻ്റെ ഒരു ആഗ്രഹമാണ് എന്ന് കൺമണി കൃഷ്ണനോട് പറയണം. അപ്പോൾ കൃഷി പറയണം, അതെന്തായാലും ഉണ്ടാവും കൺമണി, ഞാൻ വരാം. അതിന് മുന്നേ കൺമണിക്ക് കുറച്ച് സർപ്രൈസുകളൊക്കെ ഉണ്ടാവും എന്ന് കൃഷി പറയുകയാണ്. എന്താ സർപ്രൈസ് എന്ന് കൺമണി ചോദിക്കുമ്പോൾ കൃഷി പറയുകയാണ്, അതൊക്കെയുണ്ട്, അത് നാളെ അറിയാമെന്ന് പറയുകയാണ്. പിന്നീട് അവർ വീണ്ടും അവരുടെ പഴയ ഓർമ്മകളെല്ലാം ഓർത്തെടുക്കുകയാണ്. അപ്പോഴാണ് കൃഷിൻ്റെ ഫോണിലേക്ക് ആൻറ്റിയമ്മ വിളിക്കുന്നത്. കൃഷി ഉടൻ തന്നെ ഫോൺ എടുത്തിട്ട് എന്താ ആൻറ്റിയമ്മ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആൻറ്റിയമ്മ പറയാണ്, നാളെയല്ലേ നിൻ്റെ അനിയത്തി കൃപയും കൊണ്ട് സാഗറും സുജാതയും കൂടിയിട്ട് ജർമ്മനിയിലേക്ക് പോകുന്നത്, പിന്നെ നീ എന്താ അവരെ സഹായിക്കാതെ പുറത്തു കൂടെ നടക്കുന്നത്, എത്രയും പെട്ടെന്ന് നീ വീട്ടിലേക്ക് വാ എന്ന് പറയണം. അപ്പോൾ കൃഷി പറയാണ്, സോറി ആൻറ്റിയമ്മേ, ഞാനത് മറന്നുപോയി. ശരി ആൻറ്റിയമ്മേ, ഞാൻ ഇപ്പം തന്നെ വീട്ടിലേക്ക് എത്താമെന്ന് പറഞ്ഞിട്ട് കൃഷി ഫോണ് കട്ട് ചെയ്യുന്നു. എന്നിട്ട് കൃഷ്ണ കൺമണിയോട് പറയുകയാണ്, നാളെ കൃപയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവളെ ജർമ്മനിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിന് അവർ കുറച്ച് സഹായിക്കണം, അതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, നിന്നെ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയണം. അപ്പോൾ കൺമണി പറയണ, വേണ്ട സാർ, എൻ്റെ വീട് ഇവിടെ അടുത്തല്ലേ, ഞാൻ പോയിക്കോളാം, സാറ് പോയിക്കോളൂ എന്ന് പറയണം. അതും പറഞ്ഞ് കൺമണി പോവാൻ നിൽക്കുമ്പോൾ കൃഷി കൺമണിയെ വീണ്ടും വിളിക്കുകയാണ്. വിളിച്ചിട്ട് കൃഷിൻ്റെ കയ്യിലുള്ള കുങ്കുമം എടുത്തിട്ട് കൺമണിയുടെ നെറ്റിയിൽ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം കൃഷി കൺമണിയോട് ഐ ലവ് യു എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന കൺമണിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അതിനുശേഷം കൺമണി പറയുകയാണ്, ഇത് ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകളല്ല സാർ, മന്ത്രങ്ങളാണ്, അത് ഒന്നുകൂടി പറയൂ എന്ന് ചോദിക്കുമ്പോൾ കൃഷി കൺമണിയെ അടുത്തേക്ക് നിർത്തിയിട്ട് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഐ ലവ് യു എന്ന് പറയുന്നു. അതിനുശേഷം കൃഷി വീട്ടിലേക്ക് പോവുകയാണ്. പിന്നീട് ബലരാമൻ ജയിലിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്കാണ് അവിടെ ബാലുവും സുമിത്രയും കൂടി വരുന്നത്. ആ ജയിലിൽ തന്നെ സുമിത്രയെ സഹായിക്കാനായിട്ട് ഒരു പോലീസ് അവിടെയുണ്ട്. ആ പോലീസിനോട് സുമിത്ര കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ആ പോലീസ് പറയുകയാണ്, കുഴപ്പമില്ല, ഫോണൊക്കെ ഉപയോഗിക്കാം, ഞാൻ സൂപ്രണ്ട് സാറിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം ബലരാമൻ വരികയാണ്. ബലരാമൻ സുമിത്രയെയും ബാലുവിനെയും കാണുന്നതോടെ വളരെ സന്തോഷത്തിലാവുകയാണ്. എന്നിട്ട് അമ്മയും അച്ഛ എന്ന് വിളിച്ചിട്ട് അവരുടെ അടുത്തേക്ക് പോവുകയാണ്. അതിനുശേഷം ബാലു മോനെ എന്ന് വിളിക്കുമ്പോൾ ബലരാമന് അച്ഛൻ സംസാരിക്കാൻ തുടങ്ങിയോ, എനിക്ക് വളരെ സന്തോഷമായി എന്ന് ബാലുവിനോട് പോയി പറയുകയാണ്. എന്നിട്ട് ബലരാമൻ സുമിത്രയോട് പറയണം, അമ്മ എന്തിനാ ഇതെല്ലാം ചെയ്തത്, അതുകൊണ്ടല്ലേ എനിക്കിപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നത്, അച്ഛൻ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ സുമിത്ര ബലരാമനോട് പറയാണ്, മോനെ, നീ ജയിലിലായ വിഷമത്തിൽ അച്ഛൻ അലറിക്കരഞ്ഞു, അതോടെയാണ് അച്ഛൻ സംസാരിക്കാൻ തുടങ്ങിയത്. പിന്നെ ഞാനിപ്പോൾ വന്നത് നിനക്ക് ഒരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചു തരാനാണ്, അത് നീ എന്തായാലും കേൾക്കണമെന്ന് പറഞ്ഞിട്ട് സുമിത്ര ബലരാമനെയും വിളിച്ചുകൊണ്ട് പോയിട്ട് ആ ഓഡിയോ കേൾപ്പിക്കുകയാണ്.
ആ ഓഡിയോ ക്ലിപ്പിൽ ബലരാമനെ കുറിച്ച് സാഗർ പറയുന്നതാണ് സുമിത്ര റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. തൻ്റെ ജീവിത ലക്ഷ്യം ബലരാമനെ ഇല്ലാതാക്കുകയാണെന്ന് സാഗർ ആ ഓഡിയോയിൽ പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന ബലരാമനോട് സുമിത്ര പറയുകയാണ്, നിന്നോട് അവർക്ക് ഇപ്പോൾ വളരെ ദേഷ്യമാണ് മോനെ എന്ന് പറയുന്നു. അതിനുശേഷം ബാലു പറയുകയാണ്, നിന്നോട് ഏറ്റവും പകയുള്ളത് സുജാതയ്ക്കാണ്. നിന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. പക്ഷേ സാഗറും സുജാതയും നിന്നെ ഇല്ലാതാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ ബലരാമൻ പറയുകയാണ്, അവർക്ക് എന്നോട് എന്തോ തെറ്റിദ്ധാരണയാണ്, അതുകൊണ്ടാണ് അവരെല്ലാവരും എന്നെ ഇങ്ങനെ പറയുന്നത് എന്ന് ബലരാമൻ പറയുമ്പോൾ സുമിത്ര ഞെട്ടുന്നു. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.